അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെ ഇറാനും അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് സ്വമേധയാ തുറന്നില്ലെങ്കിൽ ആകാശത്തിലെ മുഴുവൻ നരകങ്ങളും ഇറാനിൽ പെയ്തിറങ്ങുമെന്നാണ് അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത്. അതേസമയം ഇറാൻ അമേരിക്കയുടെ ഭീഷണികളെ പാടെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞത്, ഇസ്രായേലും അമേരിക്കയും ഇനിയും സംഘർഷം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അവർ നരകതുല്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്ന് ടെഹ്റാനിലെ ഖാതിമുൽ അംബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി അലിയാബാദി മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ മറക്കാതിരിക്കുന്നത് നന്ന്. യുദ്ധം പടരുകയാണെങ്കിൽ ഈ പ്രദേശം മുഴുവൻ നിങ്ങൾക്ക് നരകമായി മാറും എന്നാണ് അബ്ദുല്ലാഹിയുടെ വാക്കുകൾ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ പരാജയപ്പെടുത്താമെന്ന വ്യാമോഹം നിങ്ങളെ വിഴുങ്ങുന്ന ഒരു ചതുപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് ഇബ്രാഹിം സൊൽപഗാരി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്ന കാര്യത്തിൽ ഇറാനിയൻ നേതാക്കൾക്ക് നൽകിയിട്ടുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് നേരത്തെ അറിയിച്ചതിന്റെ തിരിച്ചടിയാണ് ഇറാന്റെ ഈ ഭീഷണി. ഒരു കരാറിൽ ഒപ്പിടാനോ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനോ വേണ്ടി ഞാൻ ഇറാനെ 10 ദിവസത്തെ സമയം നൽകിയത് ഓർക്കുന്നുണ്ടല്ലോ. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മേൽ സകല നരകവും, അതായത് അതിഭീകരമായ ആക്രമണം വർഷിക്കുന്നതിന് ഇനി വെറും 48 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. ഇതായിരുന്നു ട്രംപിന്റെ ഭീഷണി. താൻ നൽകിയിരിക്കുന്ന സമയപരിധിയായി ഏപ്രിൽ 6-നുള്ളിൽ നിർണായകമായി ഈ കപ്പൽ ഗതാഗത പാത അഥവാ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ട്രംപ് മുൻപേ ഭീഷണിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം അവസാനമാണ് ട്രംപ് ആദ്യമായി ഈ ഭീഷണി മുഴക്കുന്നത്. അന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വെറും 48 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം സമയം നൽകിയത്. എന്നാൽ ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സമയപരിധിക്ക് പിന്നീട് പലതവണ നീട്ടുകയും ഒടുവിൽ ഏപ്രിൽ 6 മാറ്റുകയും ചെയ്തു. ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ നടത്തിയ ചർച്ച പ്രസംഗത്തിനിടെ യുദ്ധം അവസാനിക്കുന്നതോടെ കടലിടുക്ക് സ്വാഭാവികമായും തുറക്കപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ വാക്കുകൾ ലോകം ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നില്ല. ഇറാൻ തീരെയും. അർത്ഥമില്ലാത്ത വാക്കുകൾ പുലമ്പുന്ന ഒരു ഭ്രാന്തനെ പോലെയോ ഒരു കോമാളിയെ പോലെയോ ആണ് ലോകം ട്രംപിനെ കാണുന്നത് ഇപ്പോൾ.